പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം, ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ. ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കും. പല ഗ്രഹങ്ങളും ദിഗ്രഹ യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും, ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും. പക്ഷെ ബുധൻ അങ്ങനെയല്ല. ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു, ചാരി നിൽക്കുന്നു, ആ ഗ്രഹത്തോടു കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. ശനിയും ബുധനും തമ്മിലുള്ള ദിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല. മായാപടു ലംഘക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ മായയിൽ പടുവായിരിക്കും. അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും, ഓപ്പൺ ആയിരിക്കില്ല. ലംഘക ഗുരുവചനാതിക്രാമി, ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ ദിഗ്രഹ യോഗത്തിൽ പരാമർശിക്കുന്നു. അതത്ര നല്ല യോഗമല്ല. ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി, ചന്ദ്രനോട് കൂടിയും നിൽക്കുമ്പോൾ നല്ല ഫലമാണ്. സത്യപ്രസിദ്ധവാക്യം അർത്ഥനിപുണം, കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും. സൗഭാഗ്യ കീർത്തിയനിതം, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു. ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ മൂലാദി സ്നേഹ കൂടിയൊരു വ്യവഹൃതി വണി ബാഹുയോദ്ധ, കൈകൊണ്ട് യുദ്ധം ചെയ്യും, കൈക്കരുത്തുണ്ടാകും, അയാൾ വലിയ വ്യാപാരിയാകും. വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും, നൃത്തജ്ഞനാവും. ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും, നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ്. ഏതായാലും ബുധൻ ഇതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. സൗമ്യനാണ്, സോമൻ്റെ പുത്രനാണ്, ചന്ദ്രപുത്രനാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ചന്ദ്രനാണ്. തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം. കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിത സ്വജനസ്യ ശത്രു, ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ, കർക്കിടകൻ ജലരാശിയാണ്, അതിലൂടെ ധനം ലഭിക്കും. സ്വജനസ്യ ശത്രു, സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട്. പല ജാതകത്തിലും തുലാൻ ലഗ്നമായി 10ാം ഭാവം കർക്കിടക രാശി വന്നവരുടെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട്. അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട്. അവർ ഷിപ്പിൽ പോകാറുണ്ട്. കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട്. ഇപ്രകാരം ബുധനും രാഹുവും കൂടി വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും. ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മിഥുനമാസം 8ാം തീയതി ബുധൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 70 ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട്. 1201 ചിങ്ങമാസം 14ാം തീയതി വരെ. ഇപ്രകാരം 70 ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ മാസം 22ാം തീയതി മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം.
കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് ദോഷപ്പെട്ട ഭാവമാണ്. ബുധനെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവം വളരെ ശക്തമാണ്. പ്രബലഹ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അയാൾ ശക്തനായി തീരുമെന്നാണ്. അവിടെ ബുധനൊരു യോഗകാരകനാണ്. മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യന് വേസി യോഗം കൊടുക്കുന്നു ബുധൻ. വേസി സ്ഥാനേജ സദ്ഗ്രഹേ. സൂര്യൻ്റെ 2-ൽ ബുധൻ നിൽക്കുമ്പോൾ അത് വേസി യോഗമാകുന്നു. അതൊരു നല്ല യോഗമാണ്. ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധന്. ഒന്ന് ധനാധിപത്യം, 2-ാം ഭാവാധിപത്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം ബുധൻ 5-ാം ഭാവാധിപനാണ്. അവരുടെ ബുദ്ധി, പ്രതിഭ ഇതൊക്കെ തന്നെ. അതിനാൽ ഇവിടെ ഇടവൻ രാശിക്കാർ സ്വീകരിക്കേണ്ട നയം ബൗദ്ധികമായ ഒരു നീക്കമാണ്. ബുദ്ധിപതിയായ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ാം ഭാവം എന്താകുന്നു? ധൈര്യം, വീരഞ്ച, ദുർബുദ്ധിർ, സഹോദര പരാക്രമവും. ഇവിടെ സഹോദരങ്ങളാണ്, തൻ്റെ പരാക്രമമാണ്, ധൈര്യമാണ്, ബുദ്ധിയാണ്. ഒരു വ്യക്തിക്ക് സഹായികളെ കൊണ്ട് ഗുണം വരും, സഹോദരങ്ങളെ കൊണ്ട് ഗുണം വരും. തനിക്ക് ധാരാളം ശക്തരായ സഹായികളെ ലഭിക്കുന്നു. താൻ വ്യാപാരിയാകുന്നു, വാങ്ങലും കൊടുക്കലും കച്ചവടവും ചെയ്യുന്നു. അതിനാൽ ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ വലിയൊരു യോഗകാരകനാണ്. വണിക്മിത്രത പണ്ഡികൃത് വൃത്തിശീലോ വശിത്വം ധിയ ദുർവശാനാമുവേദി. വലിയ വ്യാപാരിയുടെ സുഹൃത്താകും, വാങ്ങലും കൊടുക്കലും വ്യാപാരവും ചെയ്യും. തൻ്റെ ബുദ്ധിയിലൂടെ പിറകോട്ട് തിരിഞ്ഞിരിക്കുന്നവരെ, പ്രതിപക്ഷത്തുള്ളവരെ കൂടി തനിക്ക് സമവായത്തിലൂടെ തങ്ങളുടേതൊക്കെ മാറ്റാം. വലിയ ദൗത്യം, ഉത്തരവാദിത്തങ്ങൾ, ദൂതനാവുക, ഏജൻറ്റ്, ബ്രോക്കർ, മിഡിൽമാൻ, എന്തും ചെയ്യാം. ഭൂമി വാങ്ങാം, വിൽക്കാം, നല്ല കാശുണ്ടാക്കണം. ഇടവൻ രാശിക്കാർ ഈ സമയത്ത് തെളിഞ്ഞു നിൽക്കുകയാണ്. ഊർധ്വമുഖ രാശിയാണ് ഇടവൻ രാശിക്ക്. 2-ലാണ് ആദിത്യനും വ്യാഴവും, 11-ൽ ശനി, 10-ൽ രാഹു. അന്യമതസ്ഥരായ ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കും. വിനീതോതി ഭോഗം ഭജത് സന്യസേത്വ. തനിക്ക് സന്യസിക്കേണ്ട യോഗമുണ്ട്. തനിക്ക് ധാരാളം തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാം. തൃതീയെ അനുജർ ബാധയന്തേ ലതാവാൻ. താനൊരു മഹാവൃക്ഷമായി നിന്ന് തൻ്റെ സഹോദരങ്ങൾ ഒരു വള്ളിയെപ്പോലെ തനിക്ക് ചുറ്റും പടർന്ന് പന്തലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങൾക്ക് ധാരാളം നന്മകൾ പ്രദാനം ചെയ്യാം, തിരിച്ചുമാകാം. ഏതായാലും വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. ഇത് മന്ത്രപതിയാണ് ബുധൻ, 5-ാം ഭാവാധിപനാണ്. മക്കൾക്കും സന്താനങ്ങൾക്ക് വളരെയധികം ഗുണങ്ങളെ പ്രദാനം ചെയ്യും. അവരുടെ പഠനം, ലോൺ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന യാത്രകൾ, പല സ്ഥലത്തും തനിക്ക് ചില സുഹൃത്തുക്കൾ സഹായത്തിനായി ലഭിക്കും. അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ വിഷയത്തിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പല സുഹൃത്തുക്കളും തൻ്റെ കൂടെ വരും. അത്ര ശക്തമാണ് 3-ലെ ബുധൻ. നന്നായി ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന് ഭജിക്കുക. വളരെ അനുകൂലമായി വരും. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ശോഭയോടുകൂടിയ 70 ദിനങ്ങളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.